ഹലോ അമ്മേ, സുഖം തന്നെയാ? സുഖം തന്നെ മോനെ. മോനോ? എനിക്ക് സുഖം തന്നെ അമ്മേ. മോനെ, ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. എന്തെന്നമ്മേ? മെയ് 19, 20 നമ്മളെ തറവാട്ടിൽ തെയ്യാന്ന് മോനെ. നീ ഒരാഴ്ച മുമ്പേ ഇങ്ങെത്തണം. നിങ്ങൾ പോയാമ്മേ, അതിന് എനിക്ക് ഇപ്പോഴേ ലീവൊന്നും കിട്ടൂല. നാട്ടിൽ വരുന്ന ചിലവത്ര, തെയ്യത്തിനും മറ്റും ചിലവാക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. നിങ്ങൾ വിജയനും മോനെയും കൂട്ടിട്ട് പോയിക്കോ. അങ്ങനെയൊന്നും പറയല്ല മോനെ, നീ എന്തായാലും വരണം. എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഒരു കാലം ഉണ്ടായിരുന്നു മോനെ. ഞാൻ തറവാട്ടിൽ പോയി നിനക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് മോനെ. ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ എനിക്കുണ്ടായിനി. സ്ഥാനവും തറവാടൊന്നും മറന്നുള്ള കളിയൊന്നും നമുക്ക് വേണ്ട മോനെ. നീ ഒന്ന് വെച്ചമ്മേ. എന്താ രാജേഷേ, ആരോടാ സംസാരിക്കുന്നത്? ഈ അമ്മയുടെ ഒരു കാര്യം. എടോ, അമ്മമാരെപ്പോഴും മോശം പറയില്ല. നീ കാര്യം പറ. തറവാട്ട് തെയ്യാണത്രേ, നാട്ടിൽ പോകണമെന്ന്. ചെലവത്ര? തറവാടും കുടുംബമൊന്നും ഇല്ലാതെ നിനക്ക് എന്തിനാടോ ഈ സമ്പാദ്യമല്ല? ബന്ധങ്ങൾ അറ്റുപോകുന്ന കാലായത്. സ്വന്തം അയൽക്കാരെ പോലും അറിയാത്ത കാലം. രാജേഷേ, പൂർവികർ ചില ആചാരങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ്. നീ കാണുന്നതല്ല നിന്റെ ബന്ധുക്കൾ. അതിലും അപ്പുറം എത്രയോ ബന്ധുക്കൾ നിനക്കുണ്ട്. അവരെല്ലാം കാണണമെങ്കിൽ നീ തറവാട്ടിൽ പോകണം. എല്ലാ ബന്ധുക്കളും ഒത്തുചേരുന്ന ഏക സ്ഥലം അത് തറവാടാണ്. അപ്പോൾ തറവാട് തെയ്യത്തിന് പോകാലോ വാലേട്ടാ? തീർച്ചയായും നീ പോണം. ബന്ധങ്ങളുടെ വിലയറിയാത്ത പുതിയ തലമുറക്ക് പഴമക്കാർ കാട്ടിത്തന്ന വഴി നീ പറഞ്ഞു കൊടുക്കണം. നീ പോണം. അപ്പോൾ ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാല്ലേ? എടോ, തറവാട് എന്നത് കേവലം ഒരു സ്ഥാനമല്ല, അത് നമ്മുടെ വീടാണ്, കുടുംബ വീട്. മനസ്സിലായോ? അതുകൊണ്ട് നീ പോണം. അമ്മേ, ഇതുവരെ റെഡി ആയിട്ടേ?